ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സമയം 4:48 അലാറടിച്ചു. അപ്പം നമ്മളെ ഏകദേശം എണീക്കുന്ന സമയമാണിത്. 4:45 5 മണിക്കുള്ളിൽ എണീക്കും. എണീച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യമായി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് നിറയെ വെള്ളം കുടിക്കുക എന്നാണ്. അതിൽ കുറച്ച് ചിയ സീഡ്സ് ഇട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ തേനൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കപ്പ് വെള്ളം മുഴുവനായി കുടിക്കും. അതിനുശേഷം ഭഗവാന്റെ മുമ്പിലുള്ള വിളക്കിന് ഒരു തിരി കത്തിച്ച് വെച്ച് ഒന്ന് ഭഗവാനെ പ്രാർത്ഥിക്കും. അടുത്തതായി ചെടികളെല്ലാം നനച്ചു കൊടുക്കുക എന്നാണ്. അതിനുവേണ്ടി വാതിൽ തുറന്ന് വെളിയിൽ വന്ന് പൈപ്പ് പിടിച്ച് ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം പോയി പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി തയ്യാറാവുക ചെയ്യുക. കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ രാവിലെ നടക്കുകയാണ് ചെയ്യാറായിരുന്നത്. ഒരു 5 കിലോമീറ്റർ ഡെയിലി നടക്കുമായിരുന്നു. ഇപ്പം വയറിലും കുറച്ച് ചാടിയത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ഫിറ്റ്നസ് സെൻറ്ററിൽ പോയിട്ട് എക്സസൈസ് എല്ലാം ചെയ്യാറാണ് പതിവ്. ഈ ചെടികളിൽ നനക്കുന്നത് ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ. കാരണം ചെടികൾ നനക്കണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ അധികം സമയം വേണം. അപ്പോൾ 6 മണിക്കാണ് ഞാനിവിടുന്ന് ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് ഈ ചെടികൾ ഇപ്പോൾ വീഡിയോ ചെയ്തത് ചെറിയ കുറച്ച് സമയം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെടി നനക്കുന്നത് അരമണിക്കൂറിൽ കൂടുതലെടുക്കും ചെടി നനക്കാൻ. സ്കൂട്ടർ എടുത്ത് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് യാത്രയായി. ഏകദേശം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ തെക്ക് ബസാർ, സൗത്ത് ബസാർ, കണ്ണൂരിലാണ് നമ്മുടെ മിലിറ്ററി ജിം ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ ഉള്ളത്. ഇതാണ് നമ്മുടെ മിലിറ്ററി ഫിറ്റ്നസ് സെൻറ്റർ. തെക്ക് ബസാറാണ്, കണ്ണൂർ കക്കാട് റോഡിലുള്ള സൗത്ത് ബസാറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന. സെക്കൻഡ് ഫ്ലോറും അതിന് മുകളിലത്തെ ഫ്ലോറാണ്. ഇതാണ് സാജൻ സാറ്. ഇതാണ് ഈ മിലിറ്ററി ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഉടമയും ട്രെയിനറുമാണ്. അപ്പം അതിവിശാലമായ ഒരു ട്രെയിനിങ് സെൻറ്ററാണ്. ഒരുപാട് എക്യുപ്മെൻ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് രാവിലെയും വൈകിട്ടും ഉച്ചക്കെല്ലാമായിട്ട് ട്രെയിനിങ് ചെയ്യുന്ന, ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണിത്. കണ്ണൂരിലത്തെ ഏറ്റവും വലിയ ഒരു ലീഡിങ് ട്രെയിനിങ് സെൻ്ററാണ്, ഫിറ്റ്നസ് സെൻ്ററാണ് ഈ മിലിറ്ററി ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. സാജൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. ഷൂ ധരിച്ച് വാമപ്പാണ്. ആദ്യമായി നമ്മൾ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ ബോഡി ഒന്ന് ചൂടാക്കുക, വാമപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം. വാമപ്പ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ എക്യുപ്മെൻറ്റിൽ കയറി നമുക്ക് ട്രെയിനർ പറഞ്ഞു തരുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം.
ഇതാണ് നമ്മളെ മിലിറ്ററി ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മളെ സാജേട്ടനാണ്. കണ്ണൂർ കക്കാട് റോഡിൽ സൗത്ത് ബസാറിലാണ് നമ്മുടെ ഈ ജിം റൂം പ്രവർത്തിക്കുന്നത്. ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു ജിം ഫിറ്റ്നസ് സെൻ്ററാണിത്. മുകളിലും താഴെയായിട്ട് ഏകദേശം 8,000 സ്ക്വയർ ഫീറ്റും കാണും. ഒരുപാട് എക്യുപ്മെൻറ്റും ഇതിനകത്തുണ്ട്. അത് ഒരു അടിപൊളി ജിം തന്നെയാണ്. സാജൻ അപ്പോൾ ഈ മിലിറ്ററി ജിം കണ്ണൂരത്തെ ഒരു ലീഡിങ് ജിമ്മാണല്ലേ? ജിം ആൻഡ് ട്രെയിനിങ് അതിലൊന്നാണ്. അപ്പോൾ ഇത് എത്ര വർഷമായി നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ട്രെയിനറായി നിൽക്കാൻ വേണ്ടി ഒരു 95, അതായത് സ്കൂൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ട്രെയിനറായിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 97 നമ്മൾ ആദ്യം ജെബീസ് കോളേജിൻ്റെ സൈഡിൽ പള്ളിക്കുളമായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അതിനുശേഷം പതുക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഈ ഫ്ലോറിൽ 2005 മുതൽ ഇപ്പോൾ സൗത്ത് ബസാർ ഫ്ലോറിൽ. അപ്പോൾ ഇതിനെങ്ങനെ ഒരു പേരിടാം, ഈ മിലിറ്ററി എന്നുള്ളൊരു പേരിടാം? ആക്ച്വലി ആദ്യം നമ്മളെ പേര് പവേഴ്സ് എന്നായിരുന്നു. അപ്പോൾ പവേഴ്സ് ജിം ആയിരുന്നു. അപ്പോൾ പവർ ജിം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 100 ചില്ലറ ജിം തന്നെ കേരളത്തിലുണ്ട്. പിന്നെ ആ മാത്രമല്ല ആ പേര് ഇപ്പോൾ രജിസ്ട്രേഷൻ ഭയങ്കര സ്പീഡാണ്. ആ പേര് വേറെ രജിസ്റ്റർ ചെയ്തു, നമുക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. അങ്ങനെ പിന്നെ തൽക്കാലം നമുക്ക് ആർമിയും മിലിറ്ററിക്കാരോടൊന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേര് അങ്ങനെ ഇതാക്കിയിട്ട് വന്നു. ഇപ്പോൾ എത്ര ആൾക്കാർ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്? നമുക്ക് അങ്ങനെ കറക്റ്റായി പറയാൻ കഴിയില്ല. കാരണം ചില മാസം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ചില മാസം 100 ഉണ്ടാവും. രാവിലെ 5:30 മുതൽ 10 മണി വരെ, 10 to 1 മണി വരെ ലേഡീസ് ഓൺലിയാണ്. പിന്നെ വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ. അപ്പോൾ ഏകദേശം 12 മണിക്കൂർ ഇതിനകത്ത് 10-12 മണിക്കൂർ ജിമ്മിൽ തന്നെയാണ്. അതെ. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ ഉണ്ട് അല്ലേ? ഇതിൻ്റെ മുകളിൽ നമുക്ക് മാർഷൽ ആർട്സ് ഉണ്ട്, കരാട്ടെ, തൈക്കോണ്ടോ, അടിമുറ ഉണ്ട്, പിന്നെ MMA, മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിങ്, അങ്ങനത്തെ മാർഷൽ ആർട്സ് ആക്ടിവിറ്റീസ്. പിന്നെ യോഗ വരുന്നത് അത് ഓരോ ബുധനാഴ്ച ഓരോ ആക്ടിവിറ്റീസാണ്. ഒരു ബുധനാഴ്ച യോഗയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച സൂംബ ആയിരിക്കും. പിന്നെ അടുത്ത ബുധനാഴ്ച ക്രോസ് ഫിറ്റ് ആയിരിക്കും. ഏറ്റവും അവസാനത്തെ ആഴ്ച അത് ബുധനാഴ്ചയോ അല്ല ശനിയാഴ്ചയോ നമ്മൾ ഔട്ട്ഡോർ ആയിരിക്കും. ചിലപ്പോൾ ബീച്ചിലായിരിക്കും, ചിലപ്പോൾ ടർഫായിരിക്കും, ചിലപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകും, കയാക്കി, റാഫ്റ്റിംഗ്. കഴിഞ്ഞ മാസം കയാക്കൊക്കെ ആയിരുന്നു. ചില മാസം ട്രക്കിംഗ് ആയിരിക്കും, ചില മാസം റാഫ്റ്റിംഗ്, അങ്ങനെ മാറി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഞാൻ ആദ്യം 95, 97 കാലഘട്ടങ്ങളിലും കൂടുതൽ യുവാക്കളാണ് ജിമ്മിൽ വരുന്നത്. ഒരു 40 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കരിലും കുറവാണ്, വളരെ കുറവാണ്. അതൊരു 10% തന്നെ ഉണ്ടാവില്ല പറയാം. ഇപ്പോൾ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജിമ്മിൽ മെമ്പർഷിപ്പ് വരുമ്പോൾ ഒരു 80% ആൾക്കാർ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. യുവാക്കൾ ഒരു 10%, യുവാക്കൾ വളരെ കുറവാണ്. നേരെ ലേഡീസും കുറേ വരുന്നുണ്ട്. ലേഡീസ് ഒരുപാട്. മുമ്പൊക്കെ നമുക്ക് ലേഡീസൊക്കെ ജിമ്മ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബ്ലോഗർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ട് അവരെല്ലാം. പക്ഷെ നമ്മൾ മുമ്പേ പറയുന്നുണ്ട്, വ്യായാമം അങ്ങനെ ജെൻസിന് മാത്രമൊന്നുമല്ല, ലേഡീസും പറ്റുന്നത്. ലേഡീസ് നിർബന്ധമായി ചെയ്യണം. ഒരു 40 വയസ്സ് കഴിഞ്ഞ തൊട്ട് നിങ്ങൾ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന സാധനം അതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതിൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ സ്കിൻ ടൈറ്റണം, ആൻറ്റി ഏജിങ്ങിലേക്ക് പോകും, റിവേഴ്സ് ഏജിങ്ങിലേക്ക് പോകും, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മളെ ധനേഷ് ചേട്ടനാണ്. ധനേഷ് ചേട്ടാ, 7-5. എത്ര വർഷം ആയി ഈ മേഖലയിൽ? ഞങ്ങൾക്കൊരു 18 വർഷമായിട്ട് ഈ മേഖലയിൽ. 18 വർഷമായിട്ട് ഈ ജിമ്മിലത്തെ ട്രെയിനറാണ്. 15 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതെയോ? അത് ശരി. നമ്മളെ ട്രെയിനറാണ്. അപ്പോൾ സോനു എത്ര വർഷമായിട്ട് ഇതിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യും? ഞാൻ ഒരുപാട് വർഷമായി. അല്ല എന്നാലും ഇല്ല, ഒരു വർഷം 15 വർഷത്തിന് മുകളിലായി. 16 വർഷത്തിന് മുകളിലായി അല്ലേ? ട്രെയിനിങ് പീരീഡ് ട്രെയിനിങ് പീരീഡ് ഇവിടെ വന്നിട്ട് 2 വർഷമായി. 2 വർഷമായി. ഇവിടെ 2 വർഷമായി. അതിന് മുമ്പിൽ ഇതിന് മുന്നേ ഗൾഫിലായിരുന്നു, കരാട്ടെ ക്ലാസ് ആയിരുന്നു. ശരി. അപ്പോൾ ഒരുപാട് വർഷമായില്ലേ? എത്ര വർഷമായി ജിമ്മിൽ വരുന്നത്? 1 വർഷമായി. എത്രയല്ലേ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ നമ്മളെ മിലിറ്ററി ജിമ്മിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫിറ്റ്നസ് സെൻ്ററിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് ചെടികളെയൊന്ന് ശുശ്രൂഷിക്കലാണ് എൻ്റെ അടുത്ത ജോലി.
അത് കഴിഞ്ഞ് രാവിലത്തെ ചായയെല്ലാം കുടിച്ച് പിന്നെ കുറച്ച് നേരം പേപ്പർ വായിച്ച് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കും, ഏകദേശം ഒരു 8:30 മണിക്കുള്ളിൽ. അതാണ് എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ ദിനചര്യ.